ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു അൽ ഷസാം. ഇന്ന് അൽ ഷസാം ഒരു സ്ഥലത്ത് പോവുകയാണ് ഗൈസ്. എനിക്കറിയാം കുറേ നാളായി ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിട്ട്, പക്ഷേ നമ്മൾ അടുത്ത മാസം തൊട്ട് സെറ്റായിരിക്കും. നമുക്ക് ദുബായിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്, പഴയ ഞാൻ പോണ കുറേ നല്ല ബർഗറൊക്കെ കിട്ടുന്ന കുറേ കടയൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും മക്ഡൊണാൾഡ്സ് ആയിരിക്കും. മക്ഡൊണാൾഡ്സ് അല്ല, കൂടെ മക്ഡൊണാൾഡ്സ്. എന്തായാലും ഇന്നൊരു യാത്രയാണ് ഗൈസ്. അപ്പോൾ രാവിലെ എണീച്ചിരിക്കുകയാണ്. യാത്രയായി സൂര്യാപുരം, അങ്ങനെയാണല്ലോ കാവ്യ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണെങ്കിലും കുളിച്ചൊരുങ്ങി ഇനി പോകണം. പെട്ടി നിറച്ചുണ്ടല്ലേ, പെർഫ്യൂമും ചോക്ലേറ്റും മാത്രമാണ്. അവിടെ പോകുമ്പോൾ ഡ്യൂട്ടിക്കാരന്മാർ പിടിച്ചു നിർത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. പിന്നെ എൻ്റെ ബാഗ് നിറച്ചും പോകണം. എന്തിനാണെങ്കിലും നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ നേരെ ഒന്ന് വരിങ്ങട്ട്. അങ്ങനെ മക്ഡൊണാൾഡ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, നമ്മുടെ നാട്ടിൽ ഈ പുല്ല് കിട്ടൂല. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഹാഷ് ബ്രൗണും ചിക്കൻ മുട്ട ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പാൻ കേക്ക്സ് കിട്ടും, കോഫി, അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ്, കോഫി. ഇത് ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ. സോസേജ് മക്മഫിൻ വിത്ത് എഗ്ഗ്, പിന്നെ സോസേജ് മക്മഫിൻ രണ്ടെണ്ണം തന്നു. നല്ല കാര്യം. പിന്നെ ഈ ഹാഷ് ബ്രൗൺ സൂപ്പർ ടേസ്റ്റാണ്. ഈ സാധനം നമ്മുടെ നാട്ടിലില്ല. എനിവേസ് ഞാൻ കാണിച്ചു തന്നതേ ഉള്ളൂ. മുട്ടൻ ടേസ്റ്റാണ്. കൊച്ചി ആയമ്പ ബാക്കി ഇനി കുറച്ച് നാൾ നാട്ടിൽ കാണും. ഇനി തിരിച്ച് മെയ് 1 പോകത്തുള്ളൂ. നമുക്ക് കുറച്ച് കൊച്ചി കാണാം കേട്ടാ. ശരി എന്നാ. സനി എവിടെയാണ് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഞാൻ വെളിയിറങ്ങിയില്ല, ഇപ്പോൾ പതുക്കെ ഇറങ്ങാം. ഇങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വന്നിരിക്കണം. ഇന്ദുചൂടൻ ഇതുണ്ട്. കോൾ മീ ഫ്ലാഷ് ഉണ്ട് ഗൈസ്. കോൾ മീ ഫ്ലാഷിന്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എന്താണെങ്കിലും നാട്ടിലെത്തിയ എൻ്റെ വണ്ടി ഓൺ കാർ അച്ഛൻ്റെ ഏഞ്ചൽ പോലെയാണിത്. യാ ഗൈസ്, ഇനി കൊച്ചിയിലാണ്. കൊച്ചി സീൻസ് എന്തെങ്കിലും കഴിക്കണോടെ ഞാനാണെങ്കിൽ അപ്പത്തെ കാണിച്ച് ഞാൻ മറ്റേ കിൻഡിഗോയിലാണ് വന്നത്. കിൻഡിഗോ. അപ്പം അതിൽ ഫുഡില്ല ആ വണ്ടിയിൽ, ആ ഫ്ലൈറ്റിൽ വണ്ടിയിൽ നിന്ന്. അപ്പോൾ എന്തിനാണെങ്കിൽ എന്തെങ്കിലും പോയി കഴിക്കട്ടെ. വീട്ടിലെത്തി എന്തെങ്കിലും പോയി കഴിക്കണം. വിഷം തെറ്റ് മനുഷ്യനെ കണ്ണും കാണാൻ വയ്യ. നല്ല പാലാടയും ചിക്കനും ഉണ്ട്. പോയി കഴിക്കട്ടെ. എൻ്റെ റൂമും കാണണം. എത്ര നാളെ എൻ്റെ സെറ്റപ്പ് കണ്ടിട്ട്. എൻ്റെ കോമിക് ബുക്സ്, എൻ്റെ ആക്ഷൻ ഫിഗേഴ്സ്. ലെറ്റ് മീ ഗോ വാച്ച്. Oh my God, my sweet, my everything. എൻ്റെ സ്വന്തം, എൻ്റെ എല്ലാമായ എന്താ പറയാ, തൂങ്ങി കിടക്കണം എൻ്റെ സെറ്റപ്പ്. എൻ്റെ പൊന്ന് മുച്ച, ഞാൻ മിസ് ചെയ്തടാ നിന്നെ. എല്ലാ സെറ്റപ്പും സെറ്റ്. എന്തിനാണെങ്കിലും കുറച്ച് നാൾ കൊച്ചി കാണും. അപ്പോൾ കൊച്ചി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ശരി, ഞാൻ എന്തെങ്കിലും പോയി കഴിക്കണം. ഗൈസ്, ഇതാണ് പാലാട എന്ന് പറഞ്ഞ സാധനം. അപ്പത്തിൻ്റെ ഒരു വേറൊരു വെർഷനാണ്. നല്ല എന്താ പറയുക, ചിക്കനും. ഓഹോ, ബ്യൂട്ടിഫുൾ റെയിൻ. ഇന്ന് ജസ്റ്റ് വന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മഴ. ഞാൻ മഴയും കൊണ്ടാണ് വന്നത്. എൻ്റെ ഒരു ഐശ്വര്യം. സോറി, അയ്യോ മഴ തീർന്നാ പണ്ടാരടങ്ങാൻ പറയണ്ടായിരുന്നു. ഐശ്വര്യമാണ് പറഞ്ഞതും മഴ.
ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഡേ 2 ഞാനിവിടെ സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് ഇന്നിപ്പോൾ എനിക്ക് നേരെ ഒരു 4 മണിക്കൊരു മുടി വെട്ടുന്ന പരിപാടിയുണ്ട്. നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ മുട്ടയൊന്നും അടിക്കാൻ പോണില്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഇറച്ചി എന്ന് പറഞ്ഞൊരു കടയിൽ പോകുന്നു. നമ്മൾ ഇറച്ചി തിന്നാൻ പോവുകയാണ് ഗൈസ്. നല്ല ബെസ്റ്റ് പേരാണ് വേണ്ടിയിട്ടേക്കുന്നത്, ഇറച്ചി. ഭയങ്കര കടയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് അടിക്കുന്നു. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് പരിപാടി. ഞാൻ എന്തുകൊണ്ടാണ് നാട്ടിൽ വന്നതെന്നുള്ള മെയിൻ കാരണം, ഒന്ന് സനിയുടെ ബർത്ത്ഡേ ആണ് 20-ാം തീയതി. അപ്പോൾ പുള്ളിക്കൊരു സപ്രസിറ്റ് നമ്മൾ ചെയ്യണം. വി വിൽ സപ്രസിറ്റ്. അപ്പോൾ ഞാൻ ഒരു ലെൻസാണ് മേടിക്കുന്നത് കേട്ടോ, ക്യാനുണ്ട്. പുള്ളി കൊടുക്കുമ്പോൾ പുള്ളി ഞെട്ടിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. വലിയൊരു ചിരിയുണ്ട് ഇങ്ങനെ. ആ ചിരി എന്തായാലും കാണാം. അപ്പോൾ അതാണ് ഇപ്പോൾ മുടിവെട്ടനെയൊക്കെ കാണിച്ചു തരണോ? നാകട്ടെ, ഇടാം, വെറുതെ ഇരിക്കല്ലേ, കാണണമെങ്കിൽ കാണി. ശരി ഗൈസ്, അങ്ങനെ നമ്മൾ മുകേഷ് ഭായിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. തലമുടിയിൽ കളറടിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഇവിടെ വന്നാൽ മതി. എൻ്റെ കാലി ഹെയറിൻ്റെ രഹസ്യം പുള്ളിയാണ് കേട്ടോ. ഇതാണ് ബാരിക്സിലാണ് പുള്ളി ഉള്ളത്. വേറെ ലെവലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുടി വെട്ടും. നമ്മൾ നല്ല വെള്ളവും മറ്റതും മറിച്ചതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. യെസ്, എങ്ങനെയുണ്ട് പുതിയ ഹെയർ സ്റ്റൈൽ? പറ്റിച്ചേ. അങ്ങനെ സ്പാ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു കാപ്പി കുടിക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുടി വെട്ടുന്നു, വീട്ടിൽ പോകുന്നില്ല. നമ്മൾ മോട്ടോറോളയുടെ എഡ്ജ് 50 Pro മേടിക്കാൻ വേണ്ടി IT നെറ്റിൽ പോയാണ്. അപ്പം കുറച്ച് IT നെറ്റ് കാണാം, പനമ്പള്ളി നഗർ. നമ്മുടെ സ്ഥിരം സ്ഥലമാണ്, നമ്മളെ ഫൈസൽ ബായ്. അപ്പോൾ എന്തിനാണെങ്കിലും ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ട് വരാം. നല്ല മണം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് കൊള്ളാം. അങ്ങനെ കുറച്ച് വൃത്തിയായി ഗൈസ്. മുടിയൊക്കെ ആകെ ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു, എല്ലാം സെറ്റായിരിക്കുകയാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. പുള്ളിയാണ്, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ തലമുടിയൊക്കെ എന്നെ മൊട്ടയായി പോയന്നെ. ജെന്റിൽമെൻ, ഇതാണ് എൻ്റെ കാറ് കേട്ടോ. അതോ സനി വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്നത് IT നെറ്റിലോട്ടാണ്. ഇനി അടുത്തത് പോകുന്നത് IT നെറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പനമ്പള്ളിയിലുള്ള IT നെറ്റിൽ ഞാൻ പോകുന്നു മോട്ടോറോളയുടെ എഡ്ജ് 50 Pro മേടിക്കാനായിട്ട്. എന്നിട്ട് അവിടെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ അതും കാണിച്ചു തരാം കേട്ടോ. ഞാൻ IT നെറ്റ് കാണിച്ചു തരാം. ബൈ. അങ്ങനെ നമ്മൾ IT നെറ്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ IT നെറ്റിലാണ്. ആ സാധനത്തിൻ്റെ സൗണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം, കുഴപ്പമില്ല, ബിക്കോസ് കോപ്പി റൈറ്റ്സ് ഫോർ ഷുവർ. എന്തായാലും എഡ്ജ് 50 Pro വന്നിരിക്കുകയാണ് വിത്ത് മണം. ശരിക്കും മണോടെ. ഇതാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടോറുള്ള ഫോൺസ് ഇവിടെ ഓൺലൈനിൽ കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അതാണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കടയാണ്, അല്ല നമ്മളല്ല, ഫൈസൽക്കാരെ കടയാണ്. X100 Pro ഉണ്ട് ഇവിടെ. ഉള്ളി X100 Proയെ കൊണ്ട് കേട്ടോ. Vivo X100 Pro മേടിക്കാൻ ഇവിടെ വന്നാൽ മതി. Xiaomi 14 Ultra അതില്ല. Xiaomi 40 Ultra. ബൈ ദ വേ, നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ M1 Pro ഒക്കെ എടുത്തത് ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മുടെ മാക്ബുക്ക് ഇവിടെ ഇപ്പോൾ M3 1.24 256 15 ഇഞ്ചിൻ്റെ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വരിക. M3 കേട്ടോ, ലേറ്റസ്റ്റ്. സോ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എഡിറ്റിംഗ് തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ വേണ്ടി വേറെ ഒരു ലാപ്ടോപ്പ് മേടിക്കണ്ട. അതായത് ഇപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നവർക്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് പരിപാടി. പിന്നെ ഇവിടെ പെൻസില് മറ്റേതൊക്കെ ഉണ്ട്. നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ടോ, ഇതൊക്കെ എത്രയാണോ കേട്ടോ, 25ഒക്കെ ആയിരിക്കും. ഇതിനാണെങ്കിലും ഉണ്ട്, ഇവിടെ സാധനമുണ്ട്. മറ്റേ ഇവിടെ ആകെ ഇരുന്ന് മറ്റേ ഹെഡ്സെറ്റാണ് ഞാൻ സനിക്ക് മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ പരിപാടീസൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരം വന്നിരുന്ന് നമ്മൾ വായി നോക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഫൈസലിക്കാരെ കട. ഇത് സാധാ X100 ആണ് ഗൈസ്. നമ്മൾ എന്തായാലും സാധനം വന്നു, മേടിച്ചു. ഇനി നമ്മൾ നേരെ ഇറച്ചി എന്നുള്ളൊരു വെറൈറ്റി കടയിൽ പോയി ഇറച്ചി തിന്നാൻ പോവുകയാണ്. PS5 മറ്റേ വണ്ടി ക്ലച്ചും ബ്രേക്കും. PS5 സ്ലിം എത്ര 55. ഇത് നമ്മുടെ ജെയ്സൺ, നമ്മളൊക്കെയാണ് ജെയ്സൺ ഭായും ഫൈസൽ ഭായും ഒക്കെ നമ്മുടെ ആൾക്കാരാണ് ഇവിടുത്തെ. പിന്നെ മാർഷലിന്റെ സ്പീക്കർ, ബോസിന്റെ ഹെഡ്സെറ്റ്, ഞാൻ പറയില്ല നത്തിങ്ങിന്റെ ഒക്കെ നത്തിങ് 2A. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം മേടിക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ നമ്മുടെ വൈഫൈ മെഷ്, ഇത് റൗട്ടേഴ്സ്, പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലേ, മറ്റേ ഇങ്ങനെ
തറ തുടയ്ക്കുന്നതും തറ മറ്റേ വാക്യൂം ചെയ്യണ ആ റോബോട്ട് അതൊക്കെ ഇവിടെ ഉണ്ട്. സോ എന്തും മേടിക്കണം. അതുപോലെ ഡൈസൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് വില കുറഞ്ഞ പ്യൂരിഫയേഴ്സ്, ഹെയർ സ്ട്രൈറ്റനേഴ്സ്, മറ്റേ മുടി ഉണക്കണ സാധനം, ഇതൊക്കെ ഇവിടെ കിട്ടും. 40,000. എത്രയാണോ മുടി ഉണക്കുന്ന സാധനത്തിൻ്റെ വില? 55,000. വെറും 55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് മുടി ഉണക്കാൻ പറ്റുന്ന സാധനം ഇവിടെ ഡൈസൻ്റെ കിട്ടുന്നുണ്ട്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും സാധനം മേടിച്ച് ഇനി ബില്ല് ചെയ്തിട്ട് ഞാൻ വീട് നമ്മുടെ ഫുഡ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്നു സ്വാൻ ബേ. പാർക്കിംഗ് ഇല്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്, എനിക്കറിയില്ല. ഇറച്ചി ഇതായിരിക്കുന്നു, ഇറച്ചി. സഹനു ഇത് അവിടെ എന്റെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചാലൊന്നുമില്ല, കടയൊക്കെ സെറ്റാണ്. ഒപ്പോ വേറെ ലെവലിൽ. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ സനി, കടയിലെ ചേട്ടൻ. ഫുഡ് കഴിക്കാൻ കഴിക്കാൻ വിശന്നിട്ട് വയ്യ. ചിക്കൻ വന്നു ഗൈസ്, ആൻഡ് വിത്ത് ബ്രെഡ് ആൻഡ് വിത്ത് പിക്കിൾസ്. കൊള്ളാം കേട്ടോ. ഉപ്പും കുരുമുളകും മാത്രം ഇട്ട ചിക്കനാണ് ഗൈസ്. യമ്മി. ചിക്കൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് ബ്രെഡ് ഇഷ്ടപ്പെട്ടു, കോൾസിലൊക്കെ ഇട്ടില്ല അങ്ങോട്ട്. ഇവിടുത്തെ ബീഫ് ഇഷ്ടമുള്ളവർക്ക് ബീഫ് ഇഷ്ടപ്പെടും. എനിക്കിപ്പം ബീഫ് പറ്റുന്നില്ല. സോ സനിക്ക് ഇഷ്ടപ്പെട്ടു ബീഫ്. എന്ത് വേണം? ബീഫ് ഇഷ്ടപ്പെട്ടോ? ഇത് കൊള്ളാം കേട്ടോ. ഫ്രൈസും ചമ്മന്തിയും അല്ല എന്തിനാ സാധനം. അപ്പം ചമ്മന്തി, ചില്ലി ചമ്മന്തി. ആര്യാസിൽ വന്ന പോലെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും ചിക്കൻ വാസ് വെരി നൈസ്, ബീഫ് ഇസ് നോട്ട് മൈ തിങ്. കോൾസ്ലോയും അവരെ ബ്രെഡും അതിൻ്റെ മണ്ടയിൽ കൊണ്ടുവന്ന ചിക്കനും വെച്ചിട്ട് ഒരു അടി അടിക്കണം. സൂപ്പർ ആണ്. സോ യാ, നമ്മളിനി ഇവിടെ നേരെ ഫോറം മോളിലോട്ട് പോവുകയാണ്. യെസ്, നീ അറിഞ്ഞില്ലല്ലേ, സർപ്രൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫോറം മോൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് കൊച്ചിയിലെ ഫോറം മോൾ. ഇവിടെ അത്യാവശ്യം വേറെ കടകളൊക്കെ ഉണ്ട്. അവിടെ ബക്കിംഗ് സ്റ്റോക്ക്, മറ്റേ ലിവൈസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നൈസാണ് കേട്ടോ ഇവിടുത്തെ സെറ്റപ്പ്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ മെയിനായിട്ടും വന്നത് താഴെ ഫ്രോസൺ യോഗട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. സോ ലെറ്റ്സ് ഗോ ദാറ്റ് ആൻഡ് ഡു ദാറ്റ്. ഓക്കെ, നമ്മൾ 3 ഫ്രോസൺ യോഗട്ട് കഴിച്ചു. കഴിക്കാനുള്ളത് കാണിച്ചു തരണതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അത്രയ്ക്ക് ആർത്തിയായിരുന്നു. ഇതാണ് കോൾ മീ ഫ്ലാഷ്. ഇത് കോൾ മീ ഡോക്ടർ സ്ട്രേഞ്ച്. കോൾ മീ ഡോക്ടർ സ്ട്രേഞ്ച് നമ്മൾ അടിച്ച് സെറ്റായിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ സനിക്ക് ഷൂട്ടുണ്ട്. ഞാനും കൂടെ പോയിട്ട് നമ്മുടെ ഇതെടുക്കാമെന്ന്, ക്യാമറ മോട്ടോറോളയുടെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് എടുക്കാന്നുള്ളൊരു ഐഡിയയിലാണ്. ലെറ്റ്സ് സീ ഗൈസ്, ലെറ്റ്സ് സീ. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാവരും കോൾ മീ ഫ്ലാഷിനെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. വേണമെങ്കിൽ സുർലിയോയിൽ വരിക. താഴെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. ബൈ. ഡോക്ടർ സോനു, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ചിദംബരത്തിന്റെ ഒക്കെ മുട്ട കമ്പനിയാണ് കേട്ടോ. മഞ്ഞുമൽ ബോയ്സ് എടുത്ത ചിദോ റൈസ് നഗർ ബോയ്സ് സത്യമായിട്ട് ക്രൈസ്റ്റ് നഗർ ബോയ്സ്. അപ്പോൾ എന്തിനാണെങ്കിലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം എല്ലാം നാളെ കാണാം. ശരി.